ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 5-ാം അധ്യായം. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് അതിനെ ഏബെനെസരിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു ദാഗോൻ്റെ അരികെ വെച്ചു. പിറ്റന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ്ണു വീണു കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവൻ്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു കിടക്കുന്നത് കണ്ടു. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോൻ്റെ പുരോഹിതന്മാരും ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോൻ്റെ ഉമ്മരപ്പടിമേൽ നിന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവനവരെ ശൂന്യമാക്കി അസ്തോദിലും അതിൻ്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗങ്ങളാൽ ബാധിച്ചു. അങ്ങനെ സംഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട്, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവൻ്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോൻ്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ച് ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഇസ്രായേലുടെ ദൈവത്തിൻ്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്തു ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അതിനവർ, ഇസ്രായേലുടെ ദൈവത്തിൻ്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിൻ്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോനിയർ, നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേലുടെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ച് ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം. അത് വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമം ഉണ്ടായി. ദൈവത്തിൻ്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. 6-ാം അധ്യായം. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്തായിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു? അതിനെ അതിൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീൻ എന്ന് ചോദിച്ചു. അതിനവർ, നിങ്ങൾ ഇസ്രായേലുടെ ദൈവത്തിൻ്റെ പെട്ടകം വിട്ടയക്കുന്നെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവൻ്റെ കൈ നിങ്ങളെ വിട്ടു നീങ്ങാതെ ഇരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങളവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്തെന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിൻ്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ തിരുമുൽ കാഴ്ച വയ്ക്കണം. പക്ഷേ അവൻ തൻ്റെ കൈ നിങ്ങളുടെ മേലിൽ നിന്ന് നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോവുകയും ചെയ്തത്? ആകയാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവരുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോകുവീൻ. പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വെപ്പീൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിയച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവിൻ, അത് ബേത്ത്ശേമെശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവൻ്റെ കൈയല്ല, യാദൃച്ഛികം നമുക്ക് ഭവിച്ചത് അത്രയെന്ന് അറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ടടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിൻ്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമെശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമെശിൻ്റെ അതിർവരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമെശ്യർ താഴ്വരയിൽ ഗോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശ്യനായ യോശുവയുടെ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശേമെശ്യർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു.
ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഏവരും ഇത് കണ്ട ശേഷം അന്നു തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുകൾ അസ്തോദിൻ്റെ പേർക്കൊന്ന്, ഗസ്സയുടെ പേർക്കൊന്ന്, അസ്കലോൻ്റെ പേർക്കൊന്ന്, ഗത്തിൻ്റെ പേർക്കൊന്ന്, എക്രോൻ്റെ പേർക്കൊന്ന് ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായ 5 പ്രഭുക്കന്മാർക്കുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വെച്ച വലിയ കല്ല് ബേത്ത്ശേമെശിനായ യോശുവയുടെ വയലിൽ ഇന്നുവരെയുമുണ്ട്. ബേത്ത്ശേമെശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്കു കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ത്ശേമെശ്യർ പറഞ്ഞു. അവർ കിര്യത്ത്-യെയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവിൻ എന്ന് പറയിച്ചു.